നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചേച്ചി അവിടെ നിന്നേ, ഞാനേ ഒന്ന് രഘുവേട്ടനെ വിളിച്ചു നോക്കട്ടെ. ചേച്ചിയുടെ സംശയം തീർക്കണല്ലോ. മറ്റൊരു കോളിലാണ്. ദയവായി ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക. ഇപ്പൊ എന്തായി? അമ്പിളി വെറുതെ കുഴപ്പമുണ്ടാക്കാണെന്ന് നിനക്ക് പറയാൻ പറ്റൂ? മാറി അപ്പൊ ചീര ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാല്ലേ? രഘുവേട്ടൻ ഏതോ പെണ്ണിനെ വിളിക്കുന്നുണ്ടെന്നാ അമ്പിളി ചേച്ചിയുടെ സംശയം. അതൊക്കെ അമ്പിളി ചേച്ചിയുടെ വെറും സംശയം മാത്രമേ. രഘുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പാവം ഇപ്പൊ വേറെ ഏതെങ്കിലും അത്യാവശ്യ കോളിലായിരിക്കും. ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്കിയാലോ. മറ്റൊരു കോളിലാണ്. ദയവായി ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക. ഇപ്പോഴും രഘുവേട്ടൻ ബിസിയാ. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നെന്ന് ദൈവത്തിനറിയാം. ഞാൻ നിനക്കൊരു സൂചന തന്നേ ഉള്ളൂ രഘു. തൽക്കാലം നീ ഇത് ആരോടും പറയണ്ട. ഇല്ലമ്മോ, ഞാൻ ആരോടും പറയുന്നില്ല. ഞാനിപ്പോ വീട്ടിലില്ല, സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തു വന്നിരിക്കുക. ആണോ? അമ്പിളിയാണോ നിന്നെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടത്? എന്നെ നേരിട്ട് ഏൽപ്പിച്ചില്ല, ചീരുവിന്റെ കയ്യിൽ ലിസ്റ്റ് കൊടുത്തു. അത്രയെങ്കിലും അവള് ചെയ്തല്ലോ. ബാക്കിയൊക്കെ ശരിയാവും രഘു. നീ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കണമെന്നേ ഉള്ളൂ. അല്ലമ്മ, അമ്മാവനിപ്പോ വീട്ടിലാണോ? അല്ല, ഞാനിപ്പോൾ പുറത്താ ഉള്ളത്, വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ പുറത്തു നിന്നാണ് നിന്നെ വിളിച്ചത്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം. എന്നാ അമ്മാവൻ വേഗം വീട്ടിലേക്ക് പോയിക്കോ, അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യും. മഞ്ചാടി കണ്ട ശേഷം എന്നെ ഒന്ന് വിളിക്കണം. ശരി, എന്നാൽ ഞാൻ വയ്ക്കുക രഘു. ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി അമ്മാവൻ. വിച്ചുവനെ, നീ എന്താണ് ഇങ്ങോട്ട് വരുന്ന കാര്യം അച്ഛനെ വിളിച്ച് പറയാത്തെ? ദേ അച്ഛൻ എന്താ കൊണ്ടുവന്നു നോക്കി. ടണ്ടടേങ്, ഒരു ഉമ്മതാ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടുന്നാ പറഞ്ഞ് നീ ഇങ്ങോട്ട് വന്നു. എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ? ഇന്നലെ രാത്രി മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, അതുകൊണ്ടാ പിന്നെ വിളിക്കാതിരുന്നത്. അത് പിന്നെ ബാറ്ററിയിൽ ചാർജ് ചെയ്തതാ. അല്ല, പിന്നീട് അത് റെഡിയായി.
ഇവിടെ വന്ന ശേഷം പിന്നെ ചാർജ് ആയതായിരിക്കും അല്ലേ? ഞാനേ വിനയനെ കണ്ടപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ബീർ കഴിച്ചു, ഒരെണ്ണം. അതുകൊണ്ട് അങ്ങോട്ട് വരാതിരുന്നത്. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതിൽ ഇന്ദ്രന് ടെൻഷനൊന്നും ഇല്ലല്ലോ. ടെൻഷനോ? എന്തിന്? നീ ഇവിടെ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ. ആ, അത് മതി. ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കാന്നുള്ളതാ ഏതൊരു പെണ്ണിനും അഭിമാനം. ഈ വീട് ഞാൻ സ്വന്തം വീട് പോലെ കരുതുന്നോണ്ട് ഇവിടെ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് സ്വന്തം കുടുംബത്തിലെ പ്രശ്നമായി കരുതാനും എനിക്ക് പറ്റും. പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാവരും മനസ്സ് വെച്ചാ കുടുംബത്തിലെ സന്തോഷവും സമാധാനമൊക്കെ കൊണ്ടുവരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതെ, പക്ഷേ അതിനെല്ലാവരും മനസ്സ് വെക്കണം. ആർക്കും മറ്റൊരാളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കണം ഇനി നമ്മളിവിടെ ഉണ്ടാക്കേണ്ടത്. ആ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനോ? അല്ല, എന്നുവെച്ച് ആരെയും പേടിക്കാതെ നമുക്ക് എന്തും ചെയ്യാമെന്നൊരു ചിന്ത ആർക്കും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്ത ഉണ്ടായാൽ പിന്നെ അത് മുളയിലെ നമ്മൾ നുള്ളിക്കളയണം. അത് പിന്നെ നമ്മൾ വളരാൻ അനുവദിക്കരുത്. ആ, നീ വന്നിട്ട് എല്ലാവരും കണ്ടല്ലോ അല്ലേ? ആ, കാണേണ്ടവരെയൊക്കെ കണ്ടിരുന്നു. പ്രതിഭ എനിക്കൊരു ചായയും ആ, എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നീ വാ, നമുക്കേ പ്രതിഭയോട് തന്നെ ചോദിക്കാം, ഒരു ചായ ഉണ്ടാക്കി തരാം. വാ.